വീട്ടൊക്കെ എന്റെ അനിയന്റെ മേത്തേക്ക് ചായ പറഞ്ഞു. കൊണ്ടുപോയി കേക്കില്ല. വീഡിയോസിൽ വരാനൊരു റോള് തരുവച്ച് കൊടുത്ത റോളത്. ആ റോള് ഞാൻ അടിച്ച് വലിക്കുന്നത്. ആ റോള് ഞാൻ എടുത്തിട്ടോ. നല്ല റോളല്ല, അന്റെ റോളോടെ അനക്കേതാ റോള്? കോട്ടക്കൽ ഇപ്പൊ നടക്കണ്ടേ അടി കൂടെ റോളിങ്? അടി റോളാണ്. അടി റോൾ, അടിക്കുള്ള റോൾ. അനക്ക് അടിറോളുണ്ട് കാണാം. അടിറോൾ വേണം, അടിറോൾ വേണം. അടിറോൾ വേണം. എടുത്തോ. വേണ്ട വേണ്ട, ശരിക്കും വേണ്ട, വേണ്ടല്ലോ. അടിറോൾ സ്വീകരിച്ചിരിക്കുന്നു. അല്ല നമ്മള് പാടോ പോയിക്കോ, പാടാ പോ. എന്റെ പാട്ടാണ് ഇവിടെ വൈബ്. ഈ തറവാട് കുലുക്കണേ തന്നെ രസണ്ട്. ഇവിടുത്തെ അത് അങ്ങനെ ഇവിടെ ചാത്ത വരെ ഓടി പോകും. പിന്നെ പാട്ട് നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മോഹബത്തിൻ മധുരോളെ, കടക്കണ്ണിൻ മൂല കൊണ്ടെന്നിടെ നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മോഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കൊടുക്കിയ പൂമോളെ. ആ പോളെ അയാളെ അസകളി അയാളെ ആരാസായി ആരെ എന്നെ പീഡ പോലെ കിരി നടക്കും, ആരളിപ്പോ നീടി രണ്ട് കവിതകൾ കുറിക്കും, അത് കണ്ട് മരണിക്കും കരിമിഴിയുടെ നോട്ടം, കണ്ടാൽ കരളാകെ കനലാട്ടം, പെണ്ണെ അടിവച്ച് കുഴഞ്ഞാടി അരയിൽ നീ അടുക്കുമ്പോൾ അകലാടി പിഞ്ഞാട്ടം, മനുഷ്യനെ കടക്കണ വിളയാട്ടം, കടക്കണ്ണിൽ പിടിച്ചൊരു പെണ്ണാളെ. ഇവിടെ പിന്നെ ജാടത്തിണ്ടി ഐറാനുണ്ട്. ഇവിടെ അടിപൊളി ഒരു ചെക്കൻ കേട്ടോ, സുൽത്താന്. നല്ലൊരു മോനാണ്, നല്ലൊരു മോനാണ്. എന്നെ അടുത്ത കൊല്ലെങ്കിലും പറയിപ്പിക്കണം. കല്യാണപ്രായമായിട്ടുണ്ട്. അതും ഈ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പൈൻ ഇല്ലം റിസോർട്സിലാണ്. അത് കോട്ടക്കൽ തന്നെ. എല്ലാരും ഞാൻ അടിയിൽ അക്കൗണ്ട് കൊടുക്കുക. അപ്പൊ എല്ലാരും പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക. അടിപൊളി എല്ലാം അക്കൗണ്ട് ചെക്ക്ഔട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. എങ്ങോട്ട് ഞാൻ പോവാ പെടുന്നേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് ദിസ് ഈസ് അമൽ സുൽത്താൻ. ചെക്കനിപ്പോ പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ആൻഡ് ദിസ് ഈസ് അമീൻ. പിന്നെ ഇവനുണ്ട് ഇവന്റെ പേര് നോക്ക്. ഒരു ചെറിയൊരു ഭാഗത്തേക്ക് ഒന്ന് വീഡിയോ. ഇത് ഷായിലാണ് കേട്ടോ. വീട്ടൊക്കെ ഇവന് കല്യാണപ്രായം. ഇവൻ ഇന്റെ മുന്നേ പെണ്ണിട്ട് തോന്നുന്നുണ്ടോ? അതെ, ഓൻ വേറെ പരിപാടിയോ? എന്താ പരിപാടി? മറ്റതല്ലേ എമ്മ എസ്. ബൈ. പോവാ നമ്മള് കാണാനാ. നമ്മള് കാണാത്ത കേക്കാ കൊണ്ടുപോയി കേക്കില്ല. അഫ്സലെടുക്കടാ. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഹാപ്പി ബർത്ത്ഡേ. അല്ല താങ്ക് യു. ഓൾമോസ്റ്റ് 180 ഇയേഴ്സ് ബാക്കുള്ള ഒരു ഇല്ലത്താട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കോട്ടക്കൽ ഭാഗത്ത് കോയിച്ചനാ ചിട്ടം കണ്ടത്. നൈസാട്ടോ. ഇതൊക്കെ ഇങ്ങനെ അടക്കട്ടോ. യുദ്ധത്തിന് പോകുമ്പോൾ അടിച്ചിട്ട് കാണാൻ നല്ല നൈസാണ്. പിന്നെ ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 8 റൂമുണ്ട് ഇവിടെ. ഇതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് 150 കൊല്ലം മുമ്പ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം. ഇവിടെ വേറെ റൂം കൂടി ഉണ്ട്. ഇവിടെ ഇല്ലേ
മേലക്കോ ഗായ്സ് ഇതൊരു ഭയങ്കര സ്കെയറി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മള് പ്രാങ്കോ കാര്യമൊന്നുമല്ല. ഓൾമോസ്റ്റ് 180 years ബാക്കുള്ള ഒരു ഇല്ലത്താട്ടോ നമ്മളുള്ളത്. അതിന്റെ ടോപ്പിലാണ് യക്ഷിയും വടയക്ഷി വട വെക്കാത്ത യക്ഷികൾ. അപ്പോൾ ഈ സ്റ്റുഡൻസ് ഇതാ ജെംസ് സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. അപ്പം ഇവര് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇവിടെ കയറട്ടോ. മീഡിയ വിഷ്വൽ പഠിച്ചേക്കന്മാരാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൂടെ പോകണം. ഇവരാണ് ഒരു ധൈര്യമുള്ളത്. എടാ വീട്ടിൽ പറഞ്ഞിട്ട് വന്നല്ലേ കേറ്. എന്താ പറയുക നമ്മള് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതിലുള്ള ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കേരളം എവിടെയുണ്ടോ? ഇത് ഇത്ര ഉള്ളൂ. ശരിക്കും പേടി വരില്ല. എടാ ഇതിനുള്ളിൽ ആരുണ്ട്? കാല് വെട്ടിട്ടുണ്ടാ ചാത്ത ഭയങ്കര റിസ്ക് കേട്ടോ. ഈ കുപ്പിയിൽ പോകുന്നുണ്ടേനോ. சொல்லு 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 ஆரா 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 അഞ്ചിലെ വാപ്പാക്കളെ ഷർട്ട് സൈസ് മാറി. എന്ത് കഥ. പക്ഷെ ബ്രാൻഡഡ് ആണല്ലേ? ഏത് ബ്രാൻഡ്? ലൂയി ഫിലിപ്പ്. ഇതൊക്കെ ഗാന്ധിജി 1947 പറഞ്ഞ ഇവരിപ്പോഴും പോയില്ല. എന്ത് ഫ്രണ്ട് കൊടുത്ത അടുത്ത ഗേൾ അടുത്ത ഗിഫ്റ്റ് എന്നാ അത് ചൊറിയുമ്പോ അടിക്കാനുള്ള സ്പ്രേ. ഈ ഷർട്ട് ഇട്ട ചോരി വന്ന് അടിക്കാനുള്ള സ്പ്രേ. ആ സ്പ്രേ കൂടെ മണുണ്ടോ നോക്കട്ടെ. നോക്കട്ടെ അടി ഇവനടി ഒരു മിനിറ്റ് അടി ഇങ്ങടി മണടി പാർപ്പരാഗ് മണക്കുന്നത് ഇത് ചെവിയാണോ? ഓ നല്ല സ്മെല്ല് കഥ. ഇവിടെ എഹിയുണ്ട് കേട്ടോ. എഹിയൊക്കെ ഉറക്കം ഒഴിവാക്കിയിട്ടാണ് ഒരു ബർത്ത്ഡേ പരിപാടിക്ക് ആദ്യമായിട്ട് വരുന്നത്. ആകെ മതിലട മാത്രമേ ഈ ടൈമിൽ പോയിട്ടുള്ളൂ. പിന്നെ ഇവനിപ്പോ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് അറിയില്ല. കളി കളിപ്പുണ്ട്. അടുത്ത സാധനം പുറത്ത് കൂടെ വാ. അവിടെ ഞാൻ അന്നത്തെ പേടിച്ചു നോക്കട്ടെ. ഡിയർ ജിന്ന് തനക്കല്ലേ ഐലാലി താങ്ക് ഫോർ മീ മൈ പീസ്. നമുക്ക് പീസ് അയച്ചു കൊടുക്കൽ വരാണ്. ഐ ഹോപ്പ് യു വിൽ ബി ദ ഫോർ മീ ഫോർ റിവർ ടു ബി മൈ ബലൗഡ്. ഐ നോ യു സ്ക്രാച്ച്ഡ് വേർഡ്. ഐ നോ യു നോ അതിന്റെ മോനാണ് ഈ സ്ക്രാച്ച്ഡ് വേർഡ്. ഇതൊരു ചിന്ന കഥ. വീട്ടൊക്കെ കയ്യിൽ ഏതൊക്കെ ഉണ്ട്? അത് തുറക്കുള്ള കഥ. എന്ത് അല്ല നിന്റെ അഞ്ചനെ കാണാനില്ല. നിന്റെ അഞ്ചനെ ഇവിടെ ഇടക്കുണ്ട്. അങ്ങപ്പാ ചൊപ്പ തുറക്കുതാ. അതിന്റെ ഉള്ളിലൊന്നുമില്ല. വീട്ടൊക്കെ അതിന്റെ ഇടയിൽ എന്തൊക്കെ സാധനം എന്തൊക്കെ കാണില്ല. ദിസ് ഇസ് ദ ഗേൾ ഫ്രണ്ട്. ഇതാണ് ഇവന്റെ സോൾമേറ്റ്. ഇത് അവളെ ബാക്കിലാണ് ഇവന്റെ ഭാര്യയല്ലോ കേട്ടോ. അത് അഞ്ചിലൊന്ന് അവിടെ അയച്ചു വെച്ച ഷോക്ക് തിരുമ്പി അഞ്ചില് ഭയങ്കര ബേജാറുപ്പാ. നല്ല പേര്. നീ ബാക്കടിടാ. ഫാസ്റ്റ് ട്രാക്കിൽ ഏതാ തീർക്ക? അവ തമിഴ്നാടെത്തി മൈസൂരിന്ന്. അഞ്ചിന്റെ ടൈം ഇനി ശരിയാവും. കാരണം അതില് വാച്ചുണ്ട്. ഓ
സമയം നോക്കാൻ അറിയില്ല. വാച്ച് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കേരളത്തിൽ നടന്നിട്ടില്ല. അതെ ഇങ്ങ പെട്ടി നോക്കട്ടെ. പെട്ടി നീ തിരി ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കണ്ടിട്ടില്ല. എന്ത് കഥ ഇങ്ങ കഥ ഇത് കഥ അത് കഥ ഇത് കഥ ഇത് കഥ ഇത് കഥ ഇത് കഥ ഇത് കഥ അത് കഥ ഇത് കഥ അത് കഥ. ഇന്നേത് ബേജാറാക്കുന്നപ്പാ അതിന്റെ ചോക്ലേറ്റ് ഐസ്ക്രീം വെച്ച് ഫ്രിഡ്ജില് തണുക്കണ്ടേ. കട്ടായാലും എല്ലാവർക്കും ഷെയർ ആക്കാൻ പറ്റൂ. അമ്മച്ചി പറഞ്ഞോളൂ. അമ്മച്ചി മീൻസ് അത്ത ചേച്ചി. ഇങ്ങനെ കുളിക്കണല്ലേ? അത് അഞ്ചിൽ കുളിക്കുമ്പോ ഓർമ്മിക്കാനോളെ. ഗില്ലിബേ ദിൽ രൂപന്നല്ല. അഞ്ചോളെ പിടിച്ച് അല്ല അഞ്ചിലൊന്ന. ഇവൻ ഈ റൂമ് പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് കഥ കണ്ട പെൺകുട്ടികളൊക്കെ സൊല്ലാ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടാ കിട്ടി ബജാജ് ഫിനാൻസിൽ കളിയോ. ഞാൻ നോക്കട്ടെ. ഇത് ടച്ചില്ല. ഇല്ല, അതാ പറഞ്ഞ സീനാണ്. അപ്പൊ ഇനി കുട്ടിനെ നോക്കണം. ഒരു ശ്രദ്ധിക്കണം രണ്ട് കാര്യം. കുട്ടി മാത്രല്ല, കുട്ടിക്ക് കസിൻ ഉണ്ടോന്ന് നോക്കണം. അല്ല, കുട്ടിയുടെ മഞ്ഞ ഒരു ഇൻഫോർമേഷൻ. കുട്ടി മാത്രം പോരാ, കുട്ടിക്ക് ഒരു കസിൻ ഉണ്ടോ നോക്കണം. അപ്പോൾ എങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ഇതെല്ലാം ഏത് കടയിൽ നിന്ന് അടിച്ചു മാറ്റിയത്? അത് ഒട്ടിച്ചപ്പം പെടു. ഇജ് പെണ്ണ് പിടിയാനാണ് നോക്കാറിയ. അതാണ് പെണ്ണ് ഹോൾഡർ. അഞ്ചിലെ ഇത്ര കാലത്തെ നടുവില് ഒരു ഗേൾഫ്രണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. ഇത് മുതൽ തടവ്. ഗേൾഫ്രണ്ട് മാത്രം പോരാ, അമ്മേന്റെ മോളൂടി വേണം. ഇപ്പൊ അതാണ് ട്രെൻഡ്. മനസ്സിലായില്ലേ? അമ്മേന്റെ മോള് എന്നാ പറഞ്ഞേ. പറ്റിക്കാലോ. റോസും വെള്ളോ. ഇത് അടിപൊളിയായി. ഈ പൂച്ച മുങ്ങൂല്ല, ബെടുത്തിനെടുക്കൂല. ഇതാ അഞ്ചം കാണാൻ നിക്കണ്ട, ഓട്ടിടാൻ കൊണ്ടുപോകും. ഇത് മഞ്ഞ കത്തും, നീല കത്തും, ചോപ്പ് കത്തും. അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞ ഇനി എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ എടുക്കോ? അഞ്ചിലെപ്പോഴെങ്കിലും ഒന്ന് കൈ വിടുമ്പോ ഓർക്കാൻ. അണുക്കളെ കൊല്ലും. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ എവിടെ തീരുന്നില്ല. രാവിലെ നേരം വെളുക്കും. അപ്പൊ സുബിക്ക് പോണ കാണാം വേണോ? അപ്പൊ ബൈ പറയും. അല്ലല്ല ഇടോ പോയി. ഇനി അഞ്ചിലെ താക്കോല് വെറും താക്കോലല്ല. ഇതെന്താ അവന്റെ എക്സിനെ ഓർക്കാനാണോ? എക്സൽ. അതെല്ലാം കഴിഞ്ഞില്ലേ? അപ്പൊ കേരളത്തിലെ സൂപ്പർമാൻ എത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടെ കഴിഞ്ഞ രംഗണ്ണ ഞങ്ങളൊന്നും വിചാരിച്ചിട്ടല്ല. തന്താരിന്നാരോ താരിന്നാരോ താരേരാരോ. നമ്മള് രാവിലത്തെ ചായ കടയുണ്ടോ? ചായ ഉണ്ടോ? എന്താ ചായ? എന്താ ഇവിടെ? ചിക്കൻ കറി, നല്ല വെള്ളപ്പം, നൂൽപുട്ട്, പൊറോട്ട ആൻഡ് ചപ്പാത്തി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ നൈറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എല്ലാരും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ. കണ്ടന്റ് അതാ പുള്ളിയാ. തീരുമാനായ തണുത്തുള്ള എന്തേ പറഞ്ഞാള്? വെള്ളം പറഞ്ഞ ബാത്റൂമല്ലേ? പൊറാട്ട ഉണ്ട്, നൂൽപുട്ടുണ്ട്, ചപ്പാത്തി ഉണ്ട്, അപ്പുണ്ട്.
വീട്ടൊക്കെ എന്റെ അനിയന്റെ മേത്തേക്ക് ചായ പറഞ്ഞു. അല്ല അമ്മ ഹെൽപ്പ് ചെയ്യാതൊന്നുമില്ല. വീട്ടുക്ക് അതിന്റെ അതാക്ക് മുട്ട പൊള്ളിനതിന്റെ വലിയ മുട്ടയുണ്ട് അതിന്റെ കൂടെ. ഫുഡ് കഴിക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പൊ അതുവരേക്കും see you in the next vlog. ഗായ്സ് ഇവന്റെ പേര് സാഗർ. കൈ നീട്ട്. ഇതേതാ പാട്ടെന്ന് പറയാൻ പറ്റുമോ? കൈ നീട്ടുന്നു സാഗരം കരയോടുന്നു സൗഹൃദം പിരിയാതയ്യെന്നോർക്കുന്നു മാനസം. ഈ ഒരു ഏരിയയിലോട്ട് നല്ല ഫംഗ്ഷൻ നടന്നത്. അപ്പൊ അതിന്റെ വീഡിയോസ് കാണാം. കൈനീട്ടത്തിന് ഇരന്ന് വരുന്നുണ്ട്. കൈനീട്ടം മേടിക്കാൻ ഇവിടെ എന്താ അത് വിഷു കഴിഞ്ഞാലും കൈനീട്ടമായിട്ട് എന്നെ വെറുതെ വിടുന്നില്ല. ചങ്ങായി എന്ന് വരണ്ട. എന്നിട്ട് പോലെ എന്നിട്ട് പോലെ എന്നാ ശരി എന്നാ വരുണ്ടോ നോക്കാം. ഒരു 100 ഉറുപ്പ്യക്ക് വേണ്ടി ചെക്കൻ വരുന്നേ. സ്കാൻ ആവുന്നില്ലല്ലോ. 500 കൈനീട്ടം തരുന്നതാ, ചോദിച്ചു മേടിക്കലല്ല. അതന്നെ ഒരു മയത്തുള്ള പൈസൊക്കെ മയത്തിൽ 2500 ഇട്ടിക്കണം. അത് മതി. എത്ര ഫുള്ള് കൊടുക്കല്ലേ? കൊടുത്ത് ഒരു ഉമ്മ കൊടുക്കഞ്ഞ് വീട്ടേക്കിന് അത് എനിക്ക് വേണം. വീടേലല്ല കൊടുക്കണം. കുണ്ട പിടിച്ചാ